ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ വൈഗ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ മിഡ് ടേം എക്സാം സീരീസിൻ്റെ ഡേ 2 ആണ്. ഇന്ന് ബയോളജിയാണ് പഠിക്കുന്നത്, നാളെ ബയോളജിയാണ് എക്സാം. അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യം കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം രാവിലെ നേരത്തെ എണീക്കുകയാണെങ്കിൽ പറ്റാത്ത ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ സമയം 9 o'clock എന്തോ ആയി. ഞാൻ കുറച്ച് പഠിച്ചൊക്കെ എത്തിയിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാൻ വൈകിപ്പിക്കുന്നില്ല. സോ നമുക്ക് നേരെ വീഡിയോ. അതിന് മുന്നേ എന്താ പറയുക, ഞാനൊരു വീഡിയോ മിഡ് ടേം എക്സാമിൻ്റെ ഫസ്റ്റ് ഡേ ഇട്ടിട്ടുണ്ട്, കെമിസ്ട്രിയാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ലിങ്ക് വേണമെങ്കിൽ പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ കമൻറ്റ് ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാൻ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. കം ഓൺ. അപ്പോൾ ഗായ്സ്, നമ്മളിതേ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ചു കൊടുക്കുന്നത് നമ്മളിവിടുത്തെ ഈ ഒരു റൂമിൻ്റെ കിടക്ക നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കിടക്കേൻ്റെ മുകളിലത്തെ ഭാഗം മാത്രം ഞാൻ നിലത്ത് വെച്ചിട്ട് അവിടെയാണ് പഠിക്കുന്നത്. അതാണ് ഞാനിപ്പോൾ ഈ ആക്ഷനിൽ കൂടെ അർത്ഥമാക്കുന്നത്. ഒറ്റയിടക്ക് ഓരോ കോഷ്ടികളൊക്കെ കാണിക്കുന്നുണ്ട്. എന്തേലാവട്ടെ, നമുക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് മാത്രം കേട്ടോ. അപ്പോൾ ബയോളജീൻ്റെ ടെക്സ്റ്റും ബയോളജീൻ്റെ നോട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് നോക്കിയാണ് പൊതുവേ പഠിക്കാറ്. എനിക്ക് ഈ നോട്ടിനെക്കാട്ടും പണ്ടൊക്കെ എനിക്ക് നോട്ട് പ്രിഫർ ചെയ്യുന്നതായിരുന്നു ഏറ്റവും ഇഷ്ടം. പക്ഷേങ്കിൽ ഇപ്പം എനിക്ക് ടെക്സ്റ്റ് പ്രിഫർ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഇത്. പിന്നെ ഞാൻ എൻ്റെ ഷോർട്ട് നോട്ട് ആക്കിയിട്ടുണ്ടാക്കും, അതൊക്കെ ഞാൻ നോക്കും പരീക്ഷേൻ്റെ സമയത്തൊക്കെ. അപ്പം ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ ChatGPT വഴിയാണ്. പിന്നെ എൻ്റെ രീതിക്കും ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ChatGPTൻ്റെ കൂടെ ആ പാരഗ്രാഫും കൊടുത്താൽ അയാൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഷോർട്ടാക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആക്കിയിട്ട് പറഞ്ഞു തരും. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ChatGPT ആണ് ഇപ്പോൾ എൻ്റെ ലൈഫ് ടൈം സേവർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് കാണാത്തൊരാഴ്ച ഓടിപ്പോയെന്നത് കണ്ടിട്ട് വരിക. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണല്ലോ. ബയോളജി പഠിക്കാനുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. അപ്പം നമ്മൾ ചാപ്റ്റർ മൊത്തം അങ്ങ് ഫിനിഷ് ചെയ്തിട്ടില്ല, കുറച്ചുകൂടെ ഉണ്ട്. അപ്പം അത് പഠിക്കേണ്ട അടുത്ത് വരെ പഠിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് ബയോമോളിക്യൂളാണ്. അപ്പോൾ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ ഞാനെല്ലാം പഠിച്ചു പോയതാണ്. നമ്മളെടുത്തത് വരെ എല്ലാം പഠിച്ചു പോയി, രാവിലെയും കവർ ചെയ്തു. അങ്ങനെ പഠിച്ചെല്ലാം സെറ്റായി. പിന്നെ നമ്മൾ ട്യൂഷൻ ക്ലാസ്സിലെത്തി, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. വായിച്ചപ്പം എല്ലാം അറിയുന്ന ക്വസ്റ്റ്യനാണ്, ഞാൻ പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ എഴുതാൻ തുടങ്ങുമ്പോഴത്തേക്ക് എല്ലാം എന്നോട് മറന്നുപോയി ഗൈസ്. ബ്ലാങ്ക് ആയിപ്പോയി. കുറച്ച് വാക്കുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഈ ബൈ ഹാർട്ട് പഠിച്ചാലുള്ള പ്രശ്നം. പിന്നെ ഞാൻ കുറച്ച് മനസ്സിലാക്കി പഠിച്ചത് കൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതാൻ പറ്റി. അപ്പം അങ്ങനെ ബൈ ഹാർട്ട് പഠിക്കാണ്ടിരിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ബയോളജിയൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ചില ടേംസ് ബൈ ഹാർട്ടാക്കിയിട്ട് തന്നെ പഠിക്കുക. ലൈക്ക് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം എൻസൈമിൻ്റെ അല്ലെങ്കിൽ ഹോർമോണിൻ്റെ ഒക്കെ എക്സാമ്പിളൊക്കെ നല്ലപോലെ ബൈ ഹാർട്ടാക്കിയിട്ട് തന്നെ പഠിക്കണം. അങ്ങനത്തെ ചില ടേംസൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ബൈ ഹാർട്ടാക്കി പഠിക്കുക. ബാക്കി ഡെഫിനിഷനൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ മനസ്സിലാക്കി പഠിക്കുക, മനസ്സിലാക്കി വായിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഈസി ആയിട്ട്. കുറേ ഞാൻ പല സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് മ്യൂസിക് ഇതിൽ ആഡ് ചെയ്യാം. സോ ഓക്കേ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ സമയം 5:06 അത്രയും ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണീച്ച് ഫ്രഷായി വന്നതാണ്. ഓക്കെ. അപ്പോൾ നല്ല ഒരു ഉറക്കമുണ്ട്, പക്ഷേങ്കിൽ ഫേസ് വാഷൊക്കെ ഇട്ടപ്പോൾ ഏകദേശം പോയി ഉറക്കമൊക്കെ. അപ്പോൾ ഞാൻ പോയിട്ട് ബയോളജി പഠിക്കട്ടെ. പേടിയുണ്ട് കേട്ടോ. ഞാൻ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല, അതാണ് മെയിൻ ടെൻഷൻ.
റെഡിയായി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം എന്താ കറണ്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് എനിക്ക് ബാക്കി പഠിക്കാനായിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ കൊണ്ടുവന്നത് ബ്രെഡും ഒരു സാൻഡ്വിച്ച് പോലത്തെ ഒരു ഐറ്റമാണ്. നമ്മൾ എന്താ പറയുക, എന്താ കൊണ്ടുവന്നത് വെച്ചാൽ ബ്രെഡ് ഓംലെറ്റുമാണ്. പിന്നെ ചീസ് വാങ്ങിയിട്ടില്ലായിരുന്നു. ചീസ് അവിടെ നമുക്ക് വാങ്ങാം. വേഗം റെഡിയാക്കാം, കാരണം ബസ് ഇപ്പോൾ വരും. ഓക്കെ, അപ്പോൾ മാക്സിമം സ്റ്റഡി വ്ളോഗ് എത്രത്തോളം എനിക്ക് വീഡിയോ ക്ലിപ്പ് കിട്ടിയെന്ന് എനിക്ക് ആക്ച്വലി അറിയത്തില്ല. കുറേ ക്ലിപ്പ് എടുക്കാൻ വിചാരിച്ചു, പക്ഷേങ്കിലൊന്നും നടന്നില്ല. കറണ്ടും പോയി. ഇപ്പം എനിക്ക് ബാക്കി സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. ഒന്നാമതേ ഇന്നലെ ലേറ്റായിട്ടാണ് കിടന്നത്, അതാണ് മെയിൻ റീസൺ. കളി കാണാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ വല്ല അറിയൊന്നുമില്ല കളിയും കാര്യങ്ങളൊന്നും, പക്ഷെ എന്നാലും ഒരു രസം. അപ്പം ഞാൻ ജപ്പാൻ ഗോൾ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ എനിക്ക് നെയ്മറല്ല ബ്രസീൽ ഗോൾ അടിക്കുന്നൊന്നും കാണാൻ പറ്റില്ല. എന്തായാലും ബ്രസീലാണ് ജയിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റിലും കഴിച്ചപ്പോൾ ബ്രെഡ് കാര്യങ്ങളൊക്കെ ആക്കി റെഡിയാക്കിയിട്ടാണ് നേരെ പോവുകയാണ് ട്യൂഷൻ ക്ലാസ്സിലേക്ക്. എക്സാമാണ്. സോ നമുക്ക് വേറൊരു അടിപൊളി വീഡിയോ ആയിട്ടായിരിക്കും. ഇറ്റ്സ് മീ വൈഗ. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ അത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.